ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, 45 ലക്ഷം പേർക്ക് വെൽഫെയർ ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, ആശുപത്രിയിൽ മരുന്നില്ല, മാവേലി സ്റ്റോറിൽ സാധനമില്ല, KSRTC പൂട്ടാൻ പോകുന്നു, വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലായി, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പ്രതിസന്ധിയിലായി. കേരളം ഇതുവരെ കാണാത്ത തരത്തിൽ പദ്ധതി ചെലവ് ഇന്ന് ഏപ്രിൽ 2-ാം തീയതിയാണ്. മാർച്ച് 31-ാം തീയതി പൂർത്തിയായപ്പോൾ കേരളത്തിൻ്റെ പദ്ധതി ചെലവ് 65% കണക്കിൽ, 50% പോലും പദ്ധതി ചെലവില്ല, ബാക്കി ബുക്ക് അഡ്ജസ്റ്റ്മെൻ്റാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം പദ്ധതി ചെലവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും മൗനം പാലിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. 50% പോലും പണം അവർക്ക് കൊടുത്തിട്ടില്ല. 1-ാം ഗഡു മാത്രമാണ് യഥാർത്ഥത്തിൽ കൊടുത്തത്. 2-ാം ഗഡു കൊടുത്തത് 4 മാസം വൈകിയാണ്. പൈസ കൊടുക്കുകയും ഒപ്പം ട്രഷറി ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ചിലവാക്കാൻ പറ്റിയില്ല. 3-ാം ഗഡു കൊടുത്തത് എല്ലാ കാലാവധിക്കും ശേഷമാണ് 3-ാം ഗഡു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്, അപകടകരമായ സ്ഥിതി. ഒറ്റ പോയിന്റാണ്, അതായത് 293(2) വകുപ്പ് അനുസരിച്ച് കേന്ദ്രത്തിന് അധികാരമില്ല, അതുകൊണ്ട് കൂടുതൽ കടമെടുക്കാൻ കേരളത്തെ അനുവദിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതുവരെ കോടതിയിൽ വരാത്തൊരു കേസായതുകൊണ്ട് അവർ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അത് അനുവദിച്ചാലുള്ള സ്ഥിതി എന്താ? എൻ്റെ ചോദ്യം അതാണ്. അല്ല, സർക്കാർ തിരിച്ചടി, സർക്കാർ എന്ത് നേട്ടം ഉണ്ടായത്? ഇപ്പോൾ പോയിട്ട് എന്താ? ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കാൻ സമ്മതിക്കാം, ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇനി ഭരണഘടനാ ബെഞ്ചിൽ പോയി കേരളത്തോട് കൂടുതൽ കടമെടുക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചിരിക്കും. കേരളം എവിടെ എത്തിയെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം? എന്തായിരിക്കും? 4 ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിൻ്റെ പൊതുകട എത്തിയിരിക്കുകയാണ്. അതായത് കടമെടുപ്പിൻ്റെ പരിധിയും കഴിഞ്ഞ് കേരളം കടമെടുത്തു എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനിയും കടമെടുക്കാൻ അനുവദിച്ചാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇത് അനുവദിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? അതല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ചോദിച്ച ഇന്ററീം ഇഞ്ചക്ഷൻ കൊടുത്തില്ലല്ലോ, ഒന്നും അനുവദിച്ചില്ലല്ലോ. സ്ഥിതി അടുത്ത വർഷം എടുക്കാനുള്ള അടുത്ത വർഷം കടമെടുപ്പ് എത്രയുണ്ട്? 36,000 കോടി രൂപയാണ് എടുക്കാനുള്ളത്. അതിൽ 15,000 കോടി രൂപ എടുത്തു കഴിഞ്ഞു ഈ വർഷം തന്നെ, അടുത്ത വർഷത്തേക്കുള്ളത്. അതുപോലെ കിഫ്ബിക്ക് വേണ്ടി കടമെടുത്തത്, ബജറ്റിന് പുറത്ത് കടമെടുത്തത് ഈ കടമെടുപ്പ് പരിധിയിൽപ്പെടും. അപ്പോൾ വീണ്ടും 4,000 പോയി. അവസാനം വരുമ്പോൾ അടുത്ത 9 മാസത്തേക്ക് 6,600 കോടി രൂപ മാത്രം എടുക്കാവുന്ന സ്ഥിതിയിലേക്ക് കേരളം പോവുകയാണ്. ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക്. കടമെടുത്തു കഴിഞ്ഞാൽ കടം തിരിച്ചടയ്ക്കണ്ടേ? കടം തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബോണ്ട് എടുത്തു, കിഫ്ബി ബോണ്ട് 9.72% പലിശയ്ക്ക് എടുത്തിട്ട് 6% പലിശയ്ക്ക് ഇവിടെ വേറെ ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അതിപ്പോൾ തിരിച്ചടച്ചു 6%. ഇതാണ് മിസ്മാനേജ്മെന്റ്. എത്ര കോടി രൂപ നഷ്ടപ്പെട്ട അതിലൂടെ?